ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കും. പാടുകളേറ്റ പാണികളാലേ പാടുകളേറ്റ പാടുകളേറ്റ പാണികളാലേ ഭക്തരിൻ കണ്ണീരൻപാൽ തുടയ്ക്കാൻ ഭക്തരിൻ കണ്ണീരൻപാൽ തുടയ്ക്കാൻ താമസമാമോ നാഥവരാന ഈ ഭൂവാസമോർത്താലയ്യോ പ്രയാസം താമസമാമോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനത്തെ അറിയിക്കുകയാണ്. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം, എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. 13-ാം വാക്യത്തിൻ്റെ ആരംഭത്തിലെ ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. എന്തൊരു പ്രയാസം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനോട് ചീറുന്നു. ഇസ്രായേൽ ജനം പറയുന്ന ഒരു വാക്ക് എന്തോരു പ്രയാസം എന്ന, എന്തൊരു കഷ്ടതയാ, എന്തൊരു ബുദ്ധിമുട്ടാ, എന്തോരു പ്രയാസമാ എന്നാണ് അവർ പറയുന്നത്. ജീവിതത്തിൽ നിരാശയിലകപ്പെട്ടു പോയ മനുഷ്യൻ്റെ വാക്കുകൾ പോലെയാണ് അത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം പലവട്ടം ചെയ്ത് മടുത്തുപോയ മനുഷ്യൻ്റെ വാക്കുകൾ. ഇവിടെ ഇതാ ഇസ്രായേൽ ഈ അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗം മുതൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയിലെ കുഴപ്പങ്ങളെ ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പറയുകയാണ്, ഇത് എന്തോരു പ്രയാസമാണ്. ഈ യാഗാർപ്പണം, ബലി അർപ്പിക്കുക, വിശുദ്ധ മന്ദിരത്തിലേക്ക് വരിക, അവിടെ വന്ന് ഈ ശുശ്രൂഷകളെ ചെയ്യുക, ഇതെന്തോരു പ്രയാസമാ എന്നാണ് അവർ പറയുന്നത്. മടുത്തു, വയ്യ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല, അവിടുന്ന് ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെയൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളെക്കൊണ്ടിത് സാധിക്കത്തില്ല, പ്രയാസമാ, കഷ്ടതയാ, ഇനി വയ്യ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുക. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതെന്തോരു പ്രയാസം എന്ന്. കേവലം എന്തോരു പ്രയാസം എന്ന് പറയുക മാത്രമല്ല, പിന്നെയോ നിങ്ങൾ അതിനോട് ചീറുന്നു എന്നാണ്. കടിച്ചീറാൻ വരുന്ന ഒരു മനോഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത്. അവരുടെ ആ ദേഷ്യത്തെ അവർ പ്രകടമാക്കുകയാണ്. അവരുടെ ഉള്ളിലുള്ള ആ പക അല്ലെങ്കിൽ ആ വിരോധമായി പൊങ്ങി വരുന്ന ആ കാര്യം അതവർ നിന്ന് ദൈവസന്നിധിയിൽ വാദപ്രതിവാദം നടത്തി ചീറുന്ന ഒരനുഭവത്തിലേക്ക് വന്നിരിക്കുക. നോക്കണേ, എത്ര പ്രയാസകരമായ ഒരു സാഹചര്യമായത്. ഒരു ഭാഗത്ത് ദൈവം, മറുഭാഗത്ത് ഇസ്രായേൽ ജനം. ഒരു ഭാഗത്ത് ദൈവം അവരെ ഒന്ന് മാനസാന്തരത്തിലേക്ക് വരുത്തേണ്ടതിന് അവർ ചെയ്യുന്ന അവരുടെ കുഴപ്പത്തെക്കുറിച്ച്, കുറ്റത്തെക്കുറിച്ച് സ്നേഹത്തോടെ അവരെ ബോധ്യമാക്കിക്കൊണ്ടിരിക്കുക. ദൈവം അവരെ ഇന്നും സ്നേഹിക്കുക. ദൈവം അവരോട് ഇന്നും മനസ്സലിവും കരുണയും കാണിക്കുകയാണ്. ദൈവം അവരെ രക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു മകൻ തെറ്റിപ്പോകുമ്പോൾ ആ മകനെ സ്നേഹത്തോടെ അവൻ്റെ കുറ്റത്തെക്കുറിച്ച് ബോധം വരുത്തി അവനെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തി അവനെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാൻ ഒരു പിതാവ് ആഗ്രഹിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ്, നാം ഇതിൻ്റെ 6-7 വാക്യങ്ങളിലൊക്കെ ചിന്തിച്ചതുപോലെ ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയും അവരെ മാനസാന്തരപ്പെടുത്തി മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴും യാതൊരു മാനസാന്തരവുമില്ലാതെ, യാതൊരു കുറ്റബോധവുമില്ലാതെ, ചെയ്തുപോയ പാപത്തെക്കുറിച്ചൊരു പശ്ചാത്താപമില്ലാതെ, ഞങ്ങൾ ചെയ്യുന്നത് എന്തോ ശരിയാണ്, ഞങ്ങൾക്കിനി ഇത് ചെയ്യാൻ വയ്യ, ഞങ്ങൾ മടുത്തിരിക്കുന്നു, ഈ കർമ്മം ചെയ്ത് ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്കിനി വയ്യ, ഇതെന്തോ ഒരു പ്രയാസമാ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നോക്കണം, അപ്പോഴും അവർക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തവരായി മാറിയിരിക്കുകയാണ്. ചെയ്തു വന്ന കുറ്റത്തെക്കുറിച്ച് ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ പിറുപിറുക്കുന്നവരും തർക്കിക്കുന്നവരും, പിന്നെയോ കടിച്ചു കീറാൻ വരുന്ന ചെന്നായുടെ മനോഭാവത്തോടെ, ദുഷ്ടമൃഗത്തിൻ്റെ മനോഭാവത്തോടെ നിന്ന് ചീറുന്നവരുമായി തീർന്നിരിക്കുകയാണ്. എന്തോ ഒരു കഷ്ടമായത്, എന്തോ ഒരു അനുഭവമായത്. മനുഷ്യൻ്റെ സ്വഭാവം എത്ര മാറിയിരിക്കുന്നു. നോക്കണേ പ്രിയമുള്ളവരെ, ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അനുഭവം. അവർ പറയുന്നത് ഞങ്ങൾ മടുത്തിരിക്കുന്നു, ഇനി വയ്യ, ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ്. ഇക്കാര്യം ഈ മലാഖിയിൽ ഇക്കാര്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇന്നത്തെ സ്ഥലം സഭകളിലെ ദൈവജനത്തിൻ്റെ മനോഭാവത്തെയാണ്. ദൈവസഭയിൽ വന്ന് ഞങ്ങൾ മടുത്തു. പല ആളുകൾക്കും ഈ നാളുകളിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യുക. സഭകളിലേക്ക് വരാൻ താല്പര്യമില്ല, ബൈബിൾ ക്ലാസ്സിന് വരാൻ, ആരാധനയ്ക്ക് വരാൻ, മീറ്റിങ്ങിന് വരാൻ, പ്രാർത്ഥനയ്ക്ക് വരാൻ, സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വച്ചാൽ അതിന് വന്ന് സംബന്ധിക്കുവാൻ താല്പര്യമില്ലാതെ ആളുകൾ മാറിയിരിക്കുകയാണ്. പല ആളുകളും ഞായറാഴ്ച ക്രിസ്ത്യാനികളായി ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റു ദിവസങ്ങളിൽ അവർക്ക് ജോലിയുണ്ട്, ഡ്യൂട്ടിയുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വളർത്തുമൃഗങ്ങളുണ്ട്, വീടുണ്ട് എന്ന് വേണ്ട, അത് വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളാണ് ജീവിതത്തിൽ. ഒരുപാട് ഉപായങ്ങൾ പറഞ്ഞ് ആളുകൾ ആത്മീയ ശുശ്രൂഷകളിലേക്ക് വരാതെ ഒരു തടസ്സങ്ങൾ പറഞ്ഞ് പിന്മാറിപ്പോകുന്നവരായിട്ടിരിക്കുക. എന്താ അതിന് കാരണം? അവർ പറയുന്നത് സഭയിലേക്ക് വരാൻ തോന്നുന്നില്ല എന്ന്. പല ആളുകളും പറയുന്നത് ദൈവസഭയിൽ വരാൻ താല്പര്യമില്ല, സന്തോഷമില്ല, തോന്നുന്നില്ല. എന്താ കാരണം? ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ചീറുന്ന മനോഭാവമായിട്ട് പലരും മാറിയിരിക്കുക. ഇസ്രായേൽ എന്ത് കാണിച്ചോ അതാണ് ഞാനും താങ്കളും കാണിക്കുന്നത്. പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് ഇസ്രായേലിനെ കുറ്റം പറയുന്നവരായി നമ്മൾ മാറുമ്പോൾ, ഇന്നും അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിന്തിച്ചിട്ട്, ദൈവഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ കുറവുകളെ തിരുത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നാമും ചീറുന്നവരായി മാറിയിരിക്കുക. സഭയിലെ നേതൃത്വത്തിൽ ആരെങ്കിലും സഹോദര സഹോദരി എന്തുകൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്ന് ചോദിച്ചാൽ കടിച്ചീറുന്ന മനോഭാവത്തോടെയാണ് ചിലർ സംസാരിക്കുന്നത്. ഒരു മയവുമില്ല. അവിടെ എന്താ ഉള്ളത്? എല്ലാ ആഴ്ചയിലും നടക്കുന്ന ആ പരിപാടികൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? ഒരു മാറ്റമുണ്ടോ? ഒരു വ്യത്യാസമുണ്ടോ? ഞങ്ങൾക്കവിടെ വന്നാൽ എന്ത് എൻജോയ്മെൻ്റാണുള്ളത്? പല കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നത്, പല നിലകളിലാണ് പലരും സംസാരിക്കുന്നത്. അവർ പറയുകയാണ് ഞങ്ങൾ മടുത്തു. ഇതെന്തോ ഒരു പ്രയാസം,
എല്ലാ ആഴ്ചയിലും വരണ്ടേ? എല്ലാ ബൈബിൾ ക്ലാസ്സിനും വരണ്ടേ? എല്ലാ പ്രാർത്ഥനയ്ക്കും വരണ്ടേ? നോക്കണേ, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ. എന്നാൽ ഞാൻ ഇന്നൊരു കാര്യം വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. സഹോദര, പ്രിയ സഹോദരി, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തിരക്ക് കൂട്ടുന്ന താങ്കളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും ശക്തിയും സമയവും ഒക്കെ തന്നത് താങ്കൾ ഇന്ന് ചീറിക്കൊണ്ട് ചോദിക്കുന്ന ഈ സ്വർഗത്തിലെ ദൈവമാണ്. ഈ ദൈവം താങ്കളെ അനുവദിച്ചതുകൊണ്ടാണ് ഈ ഭൂമിയിൽ താങ്കൾ ഇന്നും ജീവിക്കുന്നത്. ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ നിന്ന് കാണത്തില്ലായിരുന്നു. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന താങ്കളും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം സ്വർഗത്തിലെ ദൈവം എന്നെയും താങ്കളെയും സ്നേഹിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദൈവം ദാനം തന്നതുകൊണ്ടാണ്. ആ നന്ദി ദൈവത്തോട് കാണിക്കണ്ടേ? ഈ ഒരു ദിവസം ജീവിക്കുമ്പോൾ അതിനു വേണ്ടുന്ന ശക്തിയും ബുദ്ധിയും ദൈവം ആരോഗ്യമെല്ലാം നമുക്ക് തന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആരോഗ്യത്തോടെ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ദൈവത്തോട് നന്ദി പറയണ്ടേ? ജോലി തന്നത് ദൈവമല്ലേ? നന്ദി പറയണ്ടേ ദൈവത്തോട്? പണം തന്നത് ദൈവമല്ലേ? നന്ദി പറയണ്ടേ ദൈവത്തോട്? വീട് തന്നതും കാറ് തന്നതും കുടുംബജീവിതം തന്നതും കുഞ്ഞുങ്ങളെ തന്നതും എന്ന് വേണ്ട ജീവിതത്തിലുള്ള സകലവും നൽകി തന്നത് സ്വർഗത്തിലെ ദൈവമല്ലേ? ആ ദൈവത്തോട് നന്ദി പറയണ്ടേ? ആ ദൈവത്തോട് നന്ദി പറയുവാൻ ദൈവസഭയിൽ കടന്നു പോകേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കുള്ളതല്ലേ? അത് സ്ഥലം സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ നിർബന്ധിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒന്നല്ല, മറിച്ച് താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ താങ്കൾക്കുണ്ടാകേണ്ട സമർപ്പണത്തിലൂടെ വരേണ്ടുന്ന കാര്യമായി. അല്ലാതെ ഇസ്രായേൽ ചീറുന്നത് പോലെ നാം ചീറുകയല്ല വേണ്ടത്. മടുത്തു എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുകയല്ല വേണ്ടത്. പിന്നെയോ ദൈവസഭയിൽ പോയി ദൈവമുമ്പാകെ വീണ് എന്നെ നടത്തുന്ന, എന്നെ സംരക്ഷിക്കുന്ന, എനിക്ക് നന്മ തന്ന ദൈവമേ നിനക്ക് സ്തോത്രമെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വീണ് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ ദൈവം വരും കാലങ്ങളിൽ താങ്കളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.